അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 39-40 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. പിന്നെ അവർ ഏദോം ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്നും ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രയേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചാൽ അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഹവ്വായെ ഉപായത്താൽ ചതിച്ച സർപ്പത്തെ ദൈവം ശപിച്ചു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യമാണ് നാം കേട്ടത്. മോശയോട് ദൈവം പറഞ്ഞത്, നീ ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. സർപ്പത്തിൻ്റെ കടിയേൽക്കുന്നവർ അഗ്നിസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞതിന് കാരണം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം അനുസരിച്ച് സർപ്പം ശപിക്കപ്പെട്ടതാണ്. ഇസ്രായേൽ മക്കളെ കടിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിസർപ്പത്തിൻ്റെ സാമ്യമുള്ള ഉരകമാണ് പിച്ചള സർപ്പം. പിച്ചള സർപ്പം റെപ്രസെൻ്റ് ചെയ്യുന്നത് അവരെ കടിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിസർപ്പത്തെയാണ്. പിച്ചള സർപ്പത്തെ നോക്കുവാനുള്ള ദൈവകൽപ്പന അനുസരിക്കുന്നവർ അവരുടെ കുറ്റം അംഗീകരിച്ച് ഏറ്റുപറയുന്നതിന് തുല്യമാണ്. പിച്ചള സർപ്പത്തെ നോക്കുന്നത് അവരുടെ തെറ്റിന് പ്രായശ്ചിത്തത്തിന് വേണ്ടിയും പിച്ചള സർപ്പത്തെ നോക്കിയാൽ രക്ഷപ്പെടുമെന്ന അവരുടെ വിശ്വാസം അവരുടെ സൗഖ്യത്തിന് വേണ്ടിയും ഉതകുന്നു. പിച്ചള സർപ്പത്തിനെ നാശം ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ മോശ ഉണ്ടാക്കി പിച്ചള സർപ്പം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശാപഗ്രസ്തമായ പാമ്പിൻ്റെ പ്രതിരൂപമാണ്. മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പം മരത്തിന്മേൽ തൂങ്ങിക്കിടക്കുന്ന നമുക്ക് വേണ്ടി ശാപമായി തീർന്ന ക്രിസ്തുവിൻ്റെ നിഴലാണ്. പിച്ചള സർപ്പത്തെ നോക്കുന്നവനും ക്രൂശിക്കപ്പെട്ട് ശാപഗ്രസ്തനായി കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കുന്നവനും ഒരുപോലെ ഓർക്കേണ്ടത് നാം പാപികളാണെന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് എന്നുമാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു പാപം അറിയാത്തവനാണ് എന്ന് പറഞ്ഞാൽ യേശുവിനെ മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത വിധം അവൻ പരിശുദ്ധനായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനെ അല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. യേശുവിൽ അല്പം പോലും കപടമോ പാപമോ ഇല്ലായിരുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന്
എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ട് ശാപഗ്രസ്തനായി കിടക്കുന്ന യേശുവിനെ നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ പാപിയായി തീർന്നത്. നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ശാപമായി തീർന്നത്. നമ്മുടെ അകൃത്യം ദൈവം ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. നാം നരകത്തിൽ കിടന്ന് സഹിക്കേണ്ട സകല കഷ്ടതകളും ക്രൂശിന്മേൽ കിടന്ന് യേശു സഹിച്ചു. ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ അവൻ വെന്തെരിഞ്ഞു. നമ്മുടെ പാപവും ശാപവും മൂലം നിത്യനരകത്തിൽ വീഴുമായിരുന്ന നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു യേശു ഇതെല്ലാം സഹിച്ചത്. ഇതെല്ലാം നാം ഓർക്കുകയും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ നോക്കി രക്ഷപ്പെടുകയും വേണം എന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നമുക്ക് വേണ്ടിയാണ് യേശു ഈ വേദനയിൽ കൂടി കടന്നുപോയത് എന്ന് നാം ഓർക്കുവാൻ തയ്യാറായാൽ നാം നമ്മുടെ പാപങ്ങൾ ഉപേക്ഷിക്കുകയും യേശു കാൽവരിയിൽ തകർക്കപ്പെട്ടുകൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കിയ ആത്മരക്ഷ സ്വായത്തമാക്കുകയും ചെയ്യും. നാം അപ്രകാരം യേശുവിനെ നോക്കിക്കൊണ്ട് പാപങ്ങൾ ഉപേക്ഷിച്ച് രക്ഷ പ്രാപിക്കണമെന്നത് പിതാവിൻ്റെ ആഗ്രഹമാണ് എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 39-40 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരം യേശുവിനെ നോക്കിക്കൊണ്ട് യേശുവിൻ്റെ ക്രൂശുമരണം നമുക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിച്ച് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരെ യേശു ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇത് മാറാത്ത ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഈ വാഗ്ദാനം യേശു നമുക്ക് തന്നിരിക്കുന്നു. ആകയാൽ നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. വല്ലവിധേനയും 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരായി തീരുവാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവരക്ഷയ്ക്കായി ലാക്കിലേക്ക് നാം ഓടണം. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലാതാനുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 24-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപത്തോട് പോരാടേണ്ടതിന് പകരം നാം ജഡരക്തങ്ങളോട് പോരാടിയാൽ നമുക്കും ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ സാധിക്കാതെ പോകും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് നാം ഓർക്കണം. അവനത് നിർവഹിക്കും. നമ്മെ വീഴാതെ വണ്ണം താങ്ങുവാൻ കഴിവുള്ളവനായ കർത്താവ് നാം ലക്ഷ്യത്തിലെത്തുവാൻ തക്കവണ്ണം ഓടുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. കഷ്ടത അനുഭവിക്കുന്ന സകല ജനത്തെയും അങ്ങ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് ഞെരുക്കം മാറ്റി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.